അലാവുദ്ദീൻ ഖൽജി. ഖൽജി രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനും പ്രസിദ്ധനുമായ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖൽജി. ജലാലുദ്ദീൻ ഖൽജിയുടെ മരുമകനായിരുന്ന അദ്ദേഹം. ജലാലുദ്ദീൻ ഖൽജിയെ വധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരണത്തിലേറുന്നത്. അലി ഖുഷബ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. സെക്കൻഡ് അലക്സാണ്ടർ എന്നും ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്നു മാലിക് കഫൂർ. ബർണി എന്ന ചരിത്രകാരൻ്റെ അഭിപ്രായത്തിൽ വിദ്യയുമായി ഒരു ബന്ധവുമില്ലാത്തയാളെന്നാണ്. ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യത്തെ സുൽത്താനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ധൈര്യവും സാഹസവും ഇതിന് കാരണമായി. അതിൽ വിജയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ ഒഴിവാക്കി. ഇതിനു വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആരംഭിച്ചു. ദിവാൻ-ഇ-റിയാസത്ത് എന്നാണ് ഇതിൻ്റെ പേര്. അതിനുവേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. ഷെഹ്ന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിശാലമായൊരു സൈന്യമുണ്ടായിരുന്നു അലാവുദ്ദീൻ ഖൽജിക്ക്. സ്ഥിരമായി ഒരു സൈന്യത്തെ നിലനിർത്താൻ ശ്രമിച്ചു. അങ്ങനെ നിലനിർത്താൻ ശ്രമിച്ച ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. ആദ്യം ശമ്പളത്തിന് പകരം ഭൂമിയായിരുന്നു കൊടുത്തിരുന്നത്. ഈ ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് ഭൂമിക്ക് പകരം ശമ്പളമായി പണം നൽകുന്ന രീതി ആദ്യമായി കൊണ്ടുവന്നു. അലൈ ദർവാസ പണികഴിപ്പിച്ച അലാവുദ്ദീൻ ഖൽജിയാണ്. സിരിപ്പോട്ട് എന്നൊരു പട്ടണം അദ്ദേഹം നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ ആക്രമണം മധുര വരെ എത്തി. ചിറ്റൂർ കീഴടക്കി, ദേവഗിരി കീഴടക്കി, തഞ്ചാവൂർ കീഴടക്കി. ഭരണത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രശ്നക്കാരെയെല്ലാം ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി വിശ്വാസമുള്ളവരെ നിയമിച്ചു. ഈ സമയത്ത് മംഗോൾ ആക്രമണം കൂടി. 1305 വലിയ ആക്രമണം ഉണ്ടായി മംഗോളുകാരുടെ. ഇതിനെ ചെറുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് ഏരിയ വർദ്ധിപ്പിക്കാനും സാധിച്ചു.